കാലടി ഗ്രാമപഞ്ചായത്തിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പഞ്ചായത്തിലെ 19 വാർഡുകളിൽ 16 സീറ്റുകളിൽ കോൺഗ്രസും, 1 സീറ്റിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും, 1 സീറ്റിൽ കേരള കോൺഗ്രസും, 1 സീറ്റിൽ ജനതാദൾ UDF വിഭാഗവും മത്സരിക്കും. കാലടി ഗ്രാമപഞ്ചായത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കാലടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം ഭരിച്ചുകൊണ്ടിരുന്ന UDFന്റെ തുടർഭരണം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കൂട്ടായ ചർച്ചകളിൽ കൂടി വിജയസാധ്യത മുന്നിൽ നിർത്തി കണ്ടെത്തി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാലടി ഗ്രാമപഞ്ചായത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒറ്റക്കെട്ടായ പ്രവർത്തനം കാലടിയിലെ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളിൽ നിന്നും ഉണ്ടാകും. വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. പഞ്ചായത്തിൽ 19 വാർഡുകളാണ് ഉള്ളത്. 19 വാർഡുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 19 വാർഡുകളിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ സജ്ജമായിരിക്കുകയാണ്. അവരുടെ പേരുവിവരങ്ങൾ ഞങ്ങളുടെ പ്രഖ്യാപിക്കുകയാണ്. കാലടി ഗ്രാമപഞ്ചായത്ത് വാർഡ് 1 തേവർമഠം ശ്രീമതി മെർലി ആന്റണി, വാർഡ് 2 മറ്റൂർ വെസ്റ്റ് മിസ്റ്റർ KD വർക്കി, വാർഡ് 3 മരോട്ടിച്ചുവട് മിസ്റ്റർ വിൽസൺ വട്ടപ്പറമ്പൻ, വാർഡ് 4 പൊതിയക്കര ശ്രീമതി പ്രിൻസി ഡൊമിനി, വാർഡ് 5 വട്ടപ്പറമ്പ് ശ്രീമതി ജെസ്സി വർഗീസ്, വാർഡ് 6 യോർദനാപുരം ശ്രീമതി ലേഖ വത്സൻ, വാർഡ് 7 പുളിയേലിപ്പടി കുമാരി ഹർഷ മനോജ്, വാർഡ് 8 മാണിക്യമംഗലം PR മോഹനൻ, വാർഡ് 9 തോട്ടകം ശ്രീമതി ബിന ഷൈജു, വാർഡ് 10 നെട്ടിരമ്പിള്ളി മിസ്റ്റർ റെന്നി പാപ്പച്ചൻ, വാർഡ് 11 പനയാലി ശ്രീമതി അമ്പിളി ശ്രീകുമാർ, വാർഡ് 12 കൈപ്പട്ടൂർ മിസ്റ്റർ ഷൈജൻ തോട്ടപ്പള്ളി, വാർഡ് 13 മേക്കാലടി ശ്രീമതി ഷാനിദ നൌഷാദ്, വാർഡ് 14 കാലടി ടൗൺ ശ്രീമതി ലിസി ജോർജ്, വാർഡ് 15 കൈപ്പട്ടൂർ സൗത്ത് പീവൻ സ്റ്റീഫൻ പട്ടത്തി, വാർഡ് 16 മറ്റൂർ നോർത്ത് സർ എൽദോസി എബ്രാഹം, വാർഡ് 17 മറ്റൂർ സൗത്ത് ശ്രീമതി ലില്ലി ഗ്രിഗറി, വാർഡ് 18 തലാശ്ശേരി ശ്രീമതി പൗളി ബേബി, വാർഡ് 19 പിരാരൂർ മിസ്റ്റർ വാവച്ചൻ താടിക്കാരൻ. ഇങ്ങനെ 19 ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പുമായി ഇന്നു മുതൽ ഗോതയിൽ ഇറങ്ങിയിരിക്കുകയാണ്. 16 സീറ്റുകളിൽ കോൺഗ്രസും, 1 സീറ്റിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും, 1 സീറ്റിൽ കേരള കോൺഗ്രസും, 1 സീറ്റിൽ ജനതാദൾ UDF വിഭാഗവും മത്സരിക്കുന്നു. 19 സ്ഥാനാർത്ഥികളിൽ 12 പേർ സ്ത്രീകളും 7 പുരുഷന്മാരുമാണ് മത്സരിക്കുന്നത്. UDF നേതാക്കളായ അഡ്വക്കേറ്റ് KB സാബു, ജോയ് പോൾ, ഷൈജൻ തോട്ടപ്പള്ളി, റെന്നി പാപ്പച്ചൻ, PK ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. ഏറെ അഭിമാനമുണ്ട്. കാലടി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ സാരഥികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഈ മത്സരം വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് UDF സ്ഥാനാർത്ഥികളെ അണിനിരത്തിയിട്ടുള്ളത്. UDF പഞ്ചായത്ത് തല കൺവെൻഷൻ അടുത്ത ദിവസങ്ങളിൽ നടക്കും. 5 വർഷക്കാലത്തെ വികസന നേട്ടങ്ങളുമായി ആ ചാരിതാർത്ഥ്യവുമായാണ് വീണ്ടും ഐക്യജനാധിപത്യ മുന്നണി സാരഥികളെ അവതരിപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക. വൻ ഭൂരിപക്ഷത്തോടുകൂടി ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് ഒരു തുടർ ഭരണം കാലടിയിൽ ലഭിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് ചർച്ചകളിലൂടെ എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നിവിടെ നടന്നിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ പ്രവർത്തകരും ഒറ്റക്കെട്ടായി നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്ന് ഉറപ്പ് ഞങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാലടി. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.